വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ യു ക്യാൻ സീ എ ലെറ്റർ ഫ്രം യമുന. ഫ്രണ്ട്സ്, I am the river Yamuna. You might have heard of me. I am one of the tributaries of the Ganga, the longest river in India. I originate from the Yamunotri in Uttarakhand. Delhi is one of the important cities on my way. The Qutub Minar, the Iron Pillar of Mehroli, the Juma Masjid, the Red Fort, the India Gate, many such majestic historical monuments can be found here. Delhi has witnessed the rise and fall of several dynasties. In this letter, you can understand a lot of informations regarding Delhi and Yamuna River. Okay, so first of all, we can discuss about this letter. I am the river Yamuna. ഞാനാണ് യമുന റിവർ. യു മൈറ്റ് ഹാവ് ഹെഡ് ഓഫ് മീ. എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. I am one of the tributary of the Ganga, the longest river in India. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നദിയാണ് ഗംഗ റിവർ. ആ ഗംഗ റിവറിൻ്റെ പോഷക നദികളിൽ ഒരു പോഷക നദിയാണ് ഞാൻ. യമുന റിവർ എന്നത് ഗംഗാ നദിയുടെ പോഷക നദിയാണ്. ഗംഗാ നദി ഇന്ത്യയുടെ നാഷണൽ റിവറാണ്, ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവറാണ്. യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ്. യമുന നദി ഒഴുകുന്ന ഇടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഡൽഹി. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന റിവറിൻ്റെ തീരത്താണ്. കുത്തുബ് മിനാർ, അയൺ പില്ലർ ഓഫ് മെഹ്റോളി, ജുമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നതും ഈ ഡൽഹിയിലാണ്, അല്ലെങ്കിൽ യമുന നദിയുടെ തീരത്താണ്. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. ഒരുപാട് രാജവംശങ്ങളുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നഗരമാണ് ഡൽഹി. ഓക്കെ, ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആർ: ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവർ ഏത്? ഗംഗ. നെയിം വൺ ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ഗംഗ റിവർ. ഗംഗാ റിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി, ഏതെങ്കിലും ഒരു പോഷക നദി. നിങ്ങളിവിടെ പഠിച്ചിട്ടുള്ളത് യമുന റിവർ. വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓൺ യമുനാസ് വേ? യമുന നദി ഒഴുകുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏത്? ഡൽഹി. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഇൻ ഡൽഹി? ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ഏതെല്ലാം? ദ കുത്തുബ് മിനാർ, ദ റെഡ് ഫോർട്ട്, ദ ഇന്ത്യ ഗേറ്റ്, ദ ജുമാ മസ്ജിദ്, ദ അയൺ പില്ലർ ഓഫ് മെഹ്റോളി. ദ അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി യമുന റിവർ. യമുന റിവറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ നോട്ട് എഴുതുക. ദ ഫസ്റ്റ് പോയിന്റ്: യമുന റിവർ ഒറിജിനേറ്റ് ഫ്രം യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ഗംഗ റിവർ. ഗംഗാ റിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഇത്. ഡൽഹി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓൺ ദ വേ ഓഫ് യമുന റിവർ ഓർ ഓൺ ദി ബാങ്ക് ഓഫ് യമുന റിവർ. യമുന റിവറിൻ്റെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഡൽഹി. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്: the period between CE 8th century and 18th century is generally known as the medieval period in Indian history. So you want to learn about medieval period. Okay, so CE 8ാം നൂറ്റാണ്ട് മുതൽ CE 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ മധ്യകാലഘട്ടം അല്ലെങ്കിൽ medieval period എന്ന് പറയുന്നത്. Here is another most important question for you. What you mean by medieval period? മധ്യകാലയുഗം എന്ന് പറഞ്ഞാൽ എന്ത്? The period between CE 8th century and CE 18th century is generally known as the medieval period.
CE 8-ാം നൂറ്റാണ്ട് മുതൽ CE 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ മധ്യകാലയുഗം എന്ന് വിളിക്കുന്നത്. The next topic is across the topography of Delhi. ഡൽഹിയുടെ ടോപ്പോഗ്രഫിയെ കുറിച്ചിട്ടാണ് ഇനി നിങ്ങൾ പഠിക്കുന്നത്. Here is a map for you. In this map, a lot of information you can to understand. In your textbook, there is a question for you. What are the informations you can gather from this map? So, from this map, you can understand Delhi, Indo-Gangetic Plain, Yamuna River, and Aravalli mountain ranges. So, these all points, first of all, you want to fill up in your textbook. Okay? So, what all information can you gather from it? Indo-Gangetic Plain, Aravalli Ranges, Yamuna River, and Delhi. Okay, so please fill up these points in your textbook. ഈ മാപ്പിൽ നിന്നും എന്തെല്ലാം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ, ആരവല്ലി റേഞ്ചസ്, യമുന റിവർ, ഡൽഹി, ഈ പോയിന്റ്സ് ഇവിടെ എഴുതി കൊടുക്കുക. Then next you want to understand about the geographical features of Delhi. ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡൽഹിയെ നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും അല്ലേ? ഈ ഡൽഹിക്ക് ചുറ്റുമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആൻഡ് യമുന റിവർ. ഈ 3 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എങ്ങനെയാണ് ഡൽഹിയെ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ സിറ്റിയാക്കി മാറ്റിയത് എന്നാണ് നമ്മളിനി പഠിക്കുന്നത്. ഫസ്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചറാണ് ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ. Delhi is situated in the Indo-Gangetic Plain. The fertility of the region has been favorable for the agricultural progress. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിനിലാണ്. ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ എന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്, സമതല പ്രദേശമാണ്, ഒരുപാട് നദികൾ ഒഴുകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫെർട്ടൈൽ ലാൻഡാണ് ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ. സോ that is, this region is favorable for agricultural progress. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റീജിയനാണ് ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ജോഗ്രഫിക്കൽ ഫീച്ചറാണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് എങ്ങനെയാണ് ഡൽഹിയെ ഒരു പൊളിറ്റിക്കൽ സെൻറ്ററായി വരാൻ സഹായിച്ചത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. These mountain ranges help Delhi to resist the invasions of enemies. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചത് ഈ ആരവല്ലി മലനിരകളായിരുന്നു. The massive rocks of this mountain range supply the stones for the construction of forts and buildings. കൊട്ടാരങ്ങളും മറ്റു ബിൽഡിങ്സൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കല്ലുകൾ ലഭിച്ചതും റൂളേഴ്സിന് കല്ലുകളെല്ലാം ലഭിച്ചത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസിലെ പാറകളിൽ നിന്നാണ്. The next geographical feature, that is the river Yamuna. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. ഡൽഹിക്ക് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ ലഭ്യമായതും അതുപോലെ ജലഗതാഗതം ലഭ്യമായതുമെല്ലാം റിവർ യമുനയിലൂടെയാണ്. സോ ദ ഇമ്പോർട്ടൻറ്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി, ദേ വർ ഇൻഡോ-ഗംഗാറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് and river Yamuna. So these 3 geographical features that motivated the rulers to opt or to select Delhi as their capital city. Okay, so a lot of dynasties a lot of dynasties were rised and they opted Delhi as their capital city. And here is a question for you. What were the geographical features that motivated the rulers to opt Delhi as the centers of their power? രാജാക്കന്മാരെ അവരുടെ രാഷ്ട്രീയ കേന്ദ്രമായിട്ട്, അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഡൽഹിയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഈസ് ദി ആൻസർ ഫോർ യു. The geographical features of Delhi were, the first one, Indo-Gangetic Plain, second one, Aravalli mountain ranges, third one, river Yamuna. Okay,
സോ ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ, എങ്ങനെയാണ് ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ ഡൽഹിയെ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് വരാൻ സഹായിച്ചത്? അതിനുള്ള പോയിന്റ്സ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഗംഗാറ്റിക് സമതല പ്രദേശത്താണ്. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. കാർഷിക പുരോഗതിക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഏത്? ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ. ദെൻ സെക്കൻഡ് വൺ, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. These ranges help Delhi to resist the invasions of enemies. ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി ഡൽഹിയെ സഹായിച്ചിട്ടുള്ളത് ആരവല്ലി മലനിരകളാണ്. The rocks of these ranges supplied the stones for the construction of forts and buildings. കൊട്ടാരങ്ങളും ബിൽഡിങ്സ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ അവർക്ക് ലഭ്യമായത് ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൽ നിന്നാണ്. ദ തേർഡ് ജോഗ്രഫിക്കൽ ഫീച്ചറാണ് റിവർ യമുന. It facilitated water transportation and ensured enough water supply for Delhi. ഡൽഹിക്ക് വേണ്ടിയിട്ട് വെള്ള വിതരണം നൽകിയതും അതുപോലെ ജലഗതാഗതത്തിന് സഹായിച്ചതുമെല്ലാം റിവർ യമുനയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇവിടെ വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഏതെല്ലാം ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ എന്ന് ചോദിക്കുമ്പം ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്നാൽ വിച്ച് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഇറ്റ് വാസ് അണ്ടർ ദി തൊമാർ കിങ്സ് who were Rajputs that Delhi first became a seat of power in CE 8th century. CE 8ാം നൂറ്റാണ്ടിൽ തൊമാർ രാജാക്കന്മാർക്ക് കീഴിലാണ് ഡൽഹി ആദ്യമായിട്ട് ഒരു തലസ്ഥാന നഗരിയായിട്ട്, ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വരുന്നത്. ഈ തൊമാർ രാജാക്കന്മാർ അവർ രാജ്പുട്ടായിരുന്നു, രജപുത്ര രാജാക്കന്മാരായിരുന്നു. ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക. ഡൽഹിയുടെ പഴയ പേര് ദില്ലിക എന്നതാണ്. ഫോളോവിങ് ദ തൊമാർസ്, ദ ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ് ഇന്ത്യ. തൊമാർ ഡൈനാസ്റ്റിക്ക് ശേഷം ഡൽഹി ഭരിച്ചത് ചൗഹാൻ ഡൈനാസ്റ്റിയാണ്. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ദി ചൗഹാൻ ഡൈനാസ്റ്റി. ചൗഹാൻ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ പൃഥ്വിരാജ് ചൗഹാനാണ്. മുഹമ്മദ് ഓഫ് ഗോറി ഇൻ ദ പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ ഡിഫീറ്റഡ് പൃഥ്വിരാജ് ചൗഹാൻ and established his domination over Delhi. മുഹമ്മദ് ഓഫ് ഗോറി അഫ്ഗാനിസ്ഥാനിലെ ഗോർ എന്ന പ്രദേശത്തെ റൂളറായിരുന്നു മുഹമ്മദ്. സോ മുഹമ്മദ് ഓഫ് ഗോറി അദ്ദേഹം ഇന്ത്യയിലോട്ട് വരികയും അന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ രാജാവായിരുന്ന ചൗഹാൻ ഡൈനാസ്റ്റിയിലെ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയും അങ്ങനെ ഡൽഹിയിൽ അവരുടെ ഒരു അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. Side of your textbook, there is a small box regarding Rajputs. The Rajputs were the Kshatriyas of the central and northwest India. ഇന്ത്യയുടെ മധ്യഭാഗത്തും സെൻട്രൽ ഭാഗത്തും നോർത്ത് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ടുള്ള ക്ഷത്രിയാസാണ് രജപുത്ര എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജ്പുട്ട് എന്നറിയപ്പെടുന്നത്. ദ തൊമാർസ് ആൻഡ് ദ ചൗഹാൻസ് were prominent among them. അതിന് പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ് തൊമാർ ഡൈനാസ്റ്റിയും ചൗഹാൻ ഡൈനാസ്റ്റിയും, അല്ലെങ്കിൽ തൊമാർ റൂളേഴ്സും ചൗഹാൻ റൂളേഴ്സും. കുത്തുബുദ്ദീൻ ഐബക്ക് വാസ് ഹിസ് കമാൻഡർ ഇൻ ചീഫ്. മുഹമ്മദ് ഓഫ് ഗോറിയുടെ കമാൻഡർ ഇൻ ചീഫാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഓഫ് ഗോർ, കുത്തുബുദ്ദീൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206 with Delhi as the seat of power. മുഹമ്മദ് ഓഫ് ഗോറിയുടെ മരണത്തിന് ശേഷം CE 1206 കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം സ്ഥാപിച്ചു. ദിസ് ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് ദി മംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലൈവ് ഡൈനാസ്റ്റി. ഈ രാജവംശമാണ് മംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലൈവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ രാജവംശം എന്നറിയപ്പെടുന്നത്. Four major dynasties ruled Delhi after the decline of the Mamluk dynasty, and their rule lasted until CE 1526. മംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം 4 രാജവംശങ്ങൾ കൂടി ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തുകയുണ്ടായി. അങ്ങനെ CE 1526 വരെ
ഭരണം നടത്തിയിരുന്നു. The rulers of Delhi between CE 1206 and CE 1526 are known as sultans, and the period of their reign is known as the Sultanate period. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന സുൽത്താൻമാരുടെ ഭരണകാലത്തെ വിളിക്കുന്ന പേരാണ് ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഡൽഹി സൽത്തനേറ്റ്. ഓക്കെ, സോ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് അവരുടെ ഡ്യൂറേഷൻ 1206 മുതൽ 1526 വരെയാണ്. ഈ ഒരു ഡ്യൂറേഷനുള്ളിൽ 5 ഡൈനാസ്റ്റീസ് ഡൽഹി ഭരണം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ആ 5 ഡൈനാസ്റ്റീസാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. So 5 dynasties and major rulers of each dynasties were: the first dynasty is Mamluk dynasty or slave dynasty. The important rulers were Qutbuddin Aibak, Iltutmish, Balban, and one more ruler, Razia Sultana. The next dynasty, that is Khalji dynasty. Khalji dynasty, the important rulers Jalaluddin Khalji and Alauddin Khalji. Okay, in your textbook there is only one ruler, Alauddin Khalji. Then Tughlaq dynasty, the important rulers were Muhammad bin Tughlaq, Firoz Shah Tughlaq, and one more rulers also, Ghiyasuddin Tughlaq. After Tughlaq dynasty, Sayyid dynasty became. The important rulers were Kizargan, Muhammad Shah, Mubarak Shah. They were the important rulers of the Sayyid dynasty. The next one, Lodi dynasty. The important rulers of Lodi dynasty were Bahlul Lodi and Ibrahim Lodi. Okay, so ഈ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു ക്രൊണോളജിക്കൽ ബേസിൽ ഈ ഡൈനാസ്റ്റീസിനെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് നിങ്ങൾ നോക്കുക. ഡൽഹി സൽത്തനേറ്റ് റൂള് 1206 മുതൽ 1526 വരെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഫസ്റ്റ് ഡൈനാസ്റ്റി മംലൂക്ക് ഡൈനാസ്റ്റിയാണ്. 1206 മുതൽ 1290 വരെയാണ് മംലൂക്ക് ഡൈനാസ്റ്റിൻ്റെ ടൈം. ദെൻ മംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനാസ്റ്റി കൽജി ഡൈനാസ്റ്റിയാണ്. 1290 മുതൽ 1320 വരെയാണ് കൽജി ഡൈനാസ്റ്റി. ദെൻ കൽജി ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ടൈം ഡ്യൂറേഷൻ 1320 മുതൽ 1414 വരെയാണ്. തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്ന ഡൈനാസ്റ്റി സയ്യിദ് ഡൈനാസ്റ്റിയാണ്. 1414 മുതൽ 1451 വരെയാണ് സയ്യിദ് ഡൈനാസ്റ്റി. ദെൻ ഡൽഹി സൽത്തനേറ്റിലെ അവസാനത്തെ ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റിയുടെ ഡ്യൂറേഷൻ 1451 മുതൽ 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റി നിലനിൽക്കുന്നത്. The another very important question regarding Delhi Sultanate, that is, write a note on Delhi Sultanate period. ഡൽഹി സൽത്തനേറ്റ് പീരീഡിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: The rulers of Delhi from 1206 to 1526 are known as sultans, and the period of their rule is known as the Sultanate period. ഡൽഹി കേന്ദ്രമായിക്കൊണ്ട് 1206 മുതൽ 1526 വരെ നിലനിന്നിട്ടുള്ള സുൽത്താൻ ഭരണത്തെ വിളിക്കുന്ന പേരാണ് സൽത്തനേറ്റ് പീരീഡ്. After the death of Muhammad of Ghori, Qutbuddin established his rule in CE 1206 with Delhi as the capital. മുഹമ്മദ് ഓഫ് ഗോറിയുടെ മരണത്തിന് ശേഷം 1206 കുതുബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം ഭരണം അദ്ദേഹം സ്ഥാപിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽ സിറ്റി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. The next point, 5 dynasties were included in Delhi Sultanate. ഡൽഹി സൽത്തനേറ്റിൽ 5 ഡൈനാസ്റ്റികൾ ഉൾപ്പെടുന്നു. They were മംലൂക്ക് ഡൈനാസ്റ്റി, കൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോധി ഡൈനാസ്റ്റി. Okay, this is very important question regarding Delhi Sultanate. In your textbook, there is a work for you. Complete the table given below based on the flow chart. So you want to fill up about the dynasties of Sultanate period and their major rulers. Okay, and there is an example for you: Mamluk dynasty, Qutbuddin Aibak, Iltutmish and Balban.
Then others are you want to complete. So let's discuss that. Dynasties and major rulers. The first dynasty, Mamluk dynasty, rulers were Qutbuddin Aibak, Iltutmish, Razia Sultana and Balban. Khalji dynasty, Jalaluddin Khalji and Alauddin Khalji. Next dynasty, Tughlaq dynasty, rulers Ghiyasuddin Tughlaq, Muhammad bin Tughlaq and Firoz Shah Tughlaq. Sayyid dynasty, Kizargan, Muhammad Shah, Mubarak Shah, Alauddin Shah. The last dynasty, Lodi dynasty, Bahlol Lodi, Sikandar Lodi and Ibrahim Lodi. Okay, so you please complete that table in your textbook. Okay, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു കോളം നിങ്ങൾ ഈ ഒരു ആൻസർ വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. The next topic that you want to learn about Delhi Sultanate, that is the expansion of power of Delhi Sultans. ഡൽഹി സുൽത്താൻസിൻ്റെ അവരുടെ അധികാര വികാസത്തെക്കുറിച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇൽതുമിഷ് വാസ് ദ റൂളർ who assumed power after കുത്തുബുദ്ദീൻ. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം ഭരണത്തിൽ വന്നിട്ടുള്ള റൂളറാണ് ഇൽതുമിഷ്. ഹി കൺക്വയർഡ് മുൾട്ടാൻ, ലാഹോർ ആൻഡ് ബംഗാൾ. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നീ പ്രദേശങ്ങൾ കീഴടക്കി. In your textbook, there is a map for you. From this map, you can understand the locations of the Multan, Lahore and Bengal. Okay, ഈ ഒരു മാപ്പിൽ നിങ്ങൾ കാണുന്ന ഓറഞ്ച് ഷെയ്ഡിലുള്ള പാട്ടുകളെല്ലാം തന്നെ ഇൽതുമിഷ് കൺക്വയർ ചെയ്തിട്ടുള്ള, ഇൽതുമിഷ് കീഴ്പ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ്. അതിൽ മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്നിങ്ങനെ എഴുതിയതായിട്ടും നിങ്ങൾക്ക് കാണാം. ഓക്കെ, he introduced a uniform monetary system in the regions under his control. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഒരു കോമൺ പണമിടപാട് സംവിധാനം കൊണ്ടുവന്നു. ഒരു യൂണിഫോം മോണിറ്ററി സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. തങ്ക, അഞ്ചിതൽ were the newly introduced coins. ഇൽതുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ കോയിൻസ് ആണ്, നാണയങ്ങളായിരുന്നു തങ്ക, അഞ്ചിതൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് ആ രണ്ട് കോയിൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാൽബൻ വാസ് എ മേജർ റൂളർ who rose to power after the reign of ഇൽതുമിഷ്. ഇൽതുമിഷിൻ്റെ ഭരണത്തിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരിയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റൂളറാണ് ബാൽബൻ. ഇൽതുമിഷിൻ്റെ ഭരണത്തിന് ശേഷം ശരിക്കും വരുന്നത് റസിയ സുൽത്താനയാണ്. എന്നാൽ റസിയ സുൽത്താനയ്ക്ക് ശേഷമാണ് ബാൽബൻ വരുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ റസിയ സുൽത്താനയെ കുറിച്ചിട്ട് ഒരു ചെറിയ ബോക്സ് കൊടുക്കുന്നുണ്ട്. സോ ലുക്ക് അറ്റ് ദർ. സുൽത്താന റസിയ. സുൽത്താന റസിയ വാസ് ദ ഓൺലി വിമൻ റൂളർ ഓഫ് ഡൽഹി സൽത്തനേറ്റ്. ഡൽഹി സൽത്തനേറ്റിലെ ഒരേ ഒരു വിമൻ റൂളറാണ് സുൽത്താന റസിയ. ഷീ വാസ് ദ ഡോട്ടർ ഓഫ് ഇൽതുമിഷ്. ഇൽതുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന. ഷീ ലോസ്റ്റ് ഹെർ പവർ ഓവിങ് ടു ദ പ്രൊട്ടസ്റ്റ് ഫ്രം സം നോബിൾസ്. പ്രഭുക്കന്മാരുടെ പ്രതിഷേധങ്ങൾ മൂലം, പ്രൊട്ടസ്റ്റ് മൂലം അവർക്ക് അവരുടെ ഭരണം അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടു. In this part also discussing about the expansion of the Delhi Sultanate. Okay, we already discussed about the expansion of Delhi Sultanate during the time of the Iltutmish, Balban, etc. So here is the another part also, that is the expansion of Delhi Sultanate during the other dynasties. Okay, so the Khalji dynasty succeeded the Mamluk dynasty. മംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ് കൽജി ഡൈനാസ്റ്റി. അലാവുദ്ദീൻ ഖൽജി വാസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് ദി കൽജി റൂളേഴ്സ്. കൽജി റൂളേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു അലാവുദ്ദീൻ ഖൽജി. ഇറ്റ് വാസ് ഡ്യൂറിങ് ഹിസ് റെയിൻ ദാറ്റ് ദ സൗത്ത് ആൻഡ് വെസ്റ്റ് റീജൻസ് ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദി ഡൽഹി സൽത്തനേറ്റ്. അലാവുദ്ദീൻ ഖൽജിയുടെ സമയത്താണ്, അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഡൽഹി സൽത്തനേറ്റിൻ്റെ കൺട്രോളിൽ വന്നിട്ടുള്ളത്. ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് റീജിയൻ ദാറ്റ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. അലാവുദ്ദീൻ ഖൽജി ആദ്യമായി കീഴ്പ്പെടുത്തിയിട്ടുള്ള, ആദ്യമായി നിയന്ത്രണത്തിലാക്കിയിട്ടുള്ള പ്രദേശമാണ് ഗുജറാത്ത്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഇസ് എ മാപ്പ് ഫോർ യു. According to that map, you please understand or find out the different features of the Gujarat.
ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ മാപ്പ് അനുസരിച്ച് ഗുജറാത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് 2 മാപ്പുകൾ കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ മാപ്പാണ് അലാവുദ്ദീൻ ഖൽജിയുടെ കൺട്രോളിൽ വരുന്ന പ്രദേശങ്ങൾ. ഇതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അലാവുദ്ദീൻ ഖൽജിയുടെ കീഴിൽ വന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇതിൽ ഗുജറാത്തിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടെത്താം. ഈ മാപ്പിൽ റൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗം നോക്കൂ, അതാണ് ഗുജറാത്തിൻ്റെ ലൊക്കേഷൻ. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഗുജറാത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ഹിയർ ഐ ആം ഷെയറിംഗ് എ മാപ്പ് ഓഫ് ഗുജറാത്ത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഫീച്ചർ? ഈ ഗുജറാത്തിൻ്റെ ഈ ഒരു മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ കാണും അല്ലേ? ഈ ബ്ലൂ ആയിട്ട് നമ്മുടെ മാപ്പിൽ കാണുന്നത് എന്ത് ഭാഗങ്ങളാണ്? ഓഷ്യൻസ് ആണ്, അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഡിനോട്ട് ചെയ്യുന്ന കളർ ഏതാണ്? ബ്ലൂ കളറാണ്. അതായത് നമ്മുടെ ഗുജറാത്ത് ലൊക്കേറ്റ് ചെയ്യുന്നത് അറേബ്യൻ സീയുടെ ഭാഗത്താണ്. സോ അത്രയും ഭാഗങ്ങൾ, ഗുജറാത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ തീരപ്രദേശമാണ്. The main feature of the Gujarat, that is, Gujarat has a long coastal line. ഒരുപാട് ഏരിയ, ഗുജറാത്തിൻ്റെ ഒരുപാട് ഏരിയ തീരപ്രദേശമാണ്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് the most important feature or the peculiar feature of the Gujarat, that is the long coastal line. So because of this long coastal line, a lot of seaports also exist there. ഓക്കെ, ഗുജറാത്തിന് ഒരുപാട് തീരപ്രദേശങ്ങളുണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് തുറമുഖങ്ങളും നിലനിൽക്കുന്നുണ്ട്. സോ വിത്ത് ദ കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത്, ദീസ് സീപോർട്സ് കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജി ആദ്യമായി കൺക്വയർ ചെയ്തിട്ടുള്ള പ്രദേശമാണ് ഗുജറാത്ത്. ഗുജറാത്ത് കൺക്വയർ ചെയ്തതോടു കൂടിയിട്ട് ഗുജറാത്തിലെ സീപോർട്ടുകളെല്ലാം, തുറമുഖങ്ങളെല്ലാം അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിൽ വന്നു. ഹീ കുഡ് ഇമ്പോർട്ട് ഫൈൻ ഹൗസസ് ഫ്രം ഇറാഖ് ത്രൂ ദിസ് പോർട്ട്. ഈ പോർട്ടിലൂടെ, ഈ തുറമുഖങ്ങളിലൂടെ ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. This strengthened his military power and he conquered the regions in the southern and western part of India. അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാഖിൽ നിന്നും കുതിരകളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. ഇത് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പവറിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുകയും അങ്ങനെ ഇന്ത്യയുടെ മറ്റു സതേൺ ഭാഗം, അതായത് തെക്ക് ഭാഗങ്ങളും വെസ്റ്റേൺ പാർട്ട്, അതായത് പടിഞ്ഞാറൻ ഭാഗങ്ങളും കൂടുതൽ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓക്കെ, അലാവുദ്ദീൻ ഖൽജി ആദ്യമായി കീഴ്പ്പെടുത്തിയ പ്രദേശമാണ് ഗുജറാത്ത്. ഈ ഗുജറാത്തിലെ സീപോർട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇറാഖിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആർമിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി കുതിരകളെ ഇറക്കുമതി ചെയ്തു. Okay, and there is a question for you. How did the domination over Gujarat strengthen the military of Alauddin Khalji? ഗുജറാത്ത് എന്ന പ്രദേശത്തിന് മേലിലുള്ള അധികാരം അദ്ദേഹത്തെ, മിലിറ്ററിയെ, സൈന്യത്തെ എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്തത് എന്നാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us discuss that. A question: How did the domination over Gujarat strengthen the military of Alauddin Khalji? Answer: with the conquest of Gujarat, the seaports came under the control of Alauddin Khalji. ഗുജറാത്ത് കീഴടക്കിയതോടുകൂടി സീപോർട്ടുകളെല്ലാം, തുറമുഖങ്ങളെല്ലാം അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിൽ വന്നു. സോ ഹീ കുഡ് ഇമ്പോർട്ട് ഹൗസസ് ഫ്രം ഇറാഖ് ത്രൂ ദിസ് പോർട്സ്. ഈ തുറമുഖങ്ങളിലൂടെ ഇറാഖിൽ നിന്നും കുതിരകളെ ഇമ്പോർട്ട് ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദിസ് സ്ട്രെങ്തൻ ഹിസ് മിലിറ്ററി പവർ. ഇത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ബലം, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ പവറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. The next question: which was the first region that conquered by Alauddin Khalji? അലാവുദ്ദീൻ ഖൽജി കീഴ്പ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രദേശം ഏതാണ്? ഗുജറാത്ത്. Other important questions: who introduced a uniform monetary system? ആരാണ് ഒരു കോമൺ പണമിടപാട് സംവിധാനം കൊണ്ടുവന്നത്? ഇൽതുമിഷ്. നെയിം ദ കോയിൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൽതുമിഷ്.
ഇൽത്തുമിഷ് പുറത്തിറക്കിയിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാണയങ്ങൾ തങ്ക, അഞ്ചിതൽ. Who was the only woman ruler of the Delhi Sultanate? Razia Sultana. The Khalji dynasty was succeeded by the Tughlaq dynasty. ഖൽജി ഡൈനാസ്റ്റിക്ക് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. മുഹമ്മദ് ബിൻ തുഗ്ലക് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദി തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്നു, റൂളറായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. To rule more efficiently, he shifted the capital from Delhi to Devagiri. അദ്ദേഹം കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് തലസ്ഥാന നഗരി അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് റീനെയ്മഡ് ദ ലൈറ്റർ ആസ് ദൗലത്താബാദ്. ശേഷം ദൗലത്താബാദ് എന്ന് ദേവഗിരിക്ക് പുതിയ പേര് അദ്ദേഹം നൽകുകയും ചെയ്തു. In your textbook, there is a map for you. In that map, you please find out the location of the Daulatabad. From this map, you can understand that the Daulatabad that is located at the center of the regions under the control of Muhammad bin Tughlaq. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളുടെയും ഒരു സെൻട്രൽ പാർട്ടിലാണ് ദൗലത്താബാദ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോ ഇതിൽ കാണുന്ന ഓറഞ്ച് ഷെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും മുഹമ്മദ് ബിൻ തുഗ്ലക് കൺക്വയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. ദൗലത്താബാദിൻ്റെ ലൊക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൗലത്താബാദ് വാസ് സിറ്റുവേറ്റഡ് ഓൾമോസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എക്സ്പാൻഡഡ് സ്റ്റേറ്റ്. മുഹമ്മദ് ബിൻ തുഗ്ലക് തോട്ട് ദാറ്റ് all the regions could be controlled effectively by shifting the capital from Delhi to Daulatabad. മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹം വിചാരിച്ചു, ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ സിറ്റി മാറ്റുകയാണെങ്കിൽ ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളെയും കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ വാസ് നോട്ട് പ്രാക്ടിക്കൽ ആൻഡ് വിഡ്രോ ദ ഡിസിഷൻ. ശേഷം അദ്ദേഹം മനസ്സിലാക്കി ഈ ക്യാപിറ്റൽ സിറ്റി ഷിഫ്റ്റ് ചെയ്തത് നന്നായില്ല, അത് നല്ലൊരു ഡിസിഷൻ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ ഡിസിഷൻ അദ്ദേഹം വിഡ്രോ ചെയ്യുകയും ചെയ്തു. The rulers of the Sayyid and Lodi dynasties who succeeded the Tughlaq dynasty were weak. The Sultanate rule began to decline with the end of the Tughlaq dynasty. തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം സയ്യിദ് ഡൈനാസ്റ്റിയും സയ്യിദ് ഡൈനാസ്റ്റിക്ക് ശേഷം ലോധി ഡൈനാസ്റ്റിയുമാണ് ഡൽഹി സൽത്തനേറ്റിൽ ഭരണം നടത്തിയത്. Now we can discuss such important questions and answers from this part. The very important question is that Muhammad bin Tughlaq shifted the capital from Delhi to Devagiri or Daulatabad. Why? എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ക്യാപിറ്റൽ സിറ്റി ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? Answer. Muhammad bin Tughlaq thought that all regions could be controlled effectively by shifting the capital city from Delhi to Devagiri or Daulatabad. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാന നഗരി മാറ്റുകയാണെങ്കിൽ ഒന്നും കൂടി കാര്യക്ഷമമായിട്ട് ഭരിക്കാമെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക് കരുതി. But later he found that it was not practical and withdrew the decision. ശേഷം അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തു ഇത് പ്രാക്ടിക്കൽ അല്ല, സോ അദ്ദേഹം ആ ഡിസിഷൻ വിഡ്രോ ചെയ്തു. Then the next topic, that is Delhi under the Mughal rule. Okay, so now we are going to discuss about the Mughal rule. 26th April 1526, the armies of Sultanate ruler Ibrahim Lodi and Babur, the ruler of Kabul in Afghanistan, fought at Panipat near Delhi. ഡൽഹിക്കടുത്തുള്ള പാനിപ്പറ്റ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലെ, അതായത് കാബൂളിലെ രാജാവായിട്ടുള്ള ബാബറും ഡൽഹി സൽത്തനേറ്റിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526 ഏപ്രിൽ 26 ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്നു. ഈ ബാറ്റിലിൻ്റെ പേരാണ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. നടന്ന വർഷം 1526. Since the army of Babur made use of cannon and gunpowder, they could easily defeat the army of Ibrahim Lodi. ബാബർ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചത്
കാനൺ അതായത് പീരങ്കിയും ഗൺ പൗഡർ വെടിമരുന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ വളരെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബാബർ entered the Sultanate reign and established a new rule known as the Mughal rule with Delhi as the capital city. 1526 ഫസ്റ്റ് പാനിപ്പറ്റ് ബാറ്റിലൂടെ ബാബർ വിജയിക്കുകയും ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും ഡൽഹി സൽത്തനേറ്റ് റൂൾ അതോടെ അവസാനിക്കുകയും ചെയ്തു. ശേഷം ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് ബാബർ ഒരു പുതിയ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിച്ചു. ആ രാജവംശമാണ് മുഗൾ ഡൈനാസ്റ്റി, മുഗൾ ഭരണം, മുഗൾ രാജവംശം എന്നറിയപ്പെടുന്നത്. മുഗൾ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സാണ് ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാബർ 1526 to 1530, he was the first ruler, he was the founder of the Mughal dynasty. Then the second ruler Humayun 1530 to 1540 and 1555 to 1556. ഇവിടെ നിങ്ങൾക്ക് 2 വർഷങ്ങൾ കാണാം. ഫസ്റ്റ് 1530 മുതൽ 1540 വരെ ഹുമയൂണാണ് ഭരിക്കുന്നത്. അതേസമയം 1555 മുതൽ 1556 വരെയാണ് അദ്ദേഹം ശേഷം അധികാരത്തിൽ വരുന്നത്. ആ ഒരു 1540 മുതൽ 1555 വരെ ഈ മുഗൾ ഭരണത്തിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഷേർഷാ സുരി എന്ന് പറയുന്ന ആ ചെറിയ ബോക്സ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Delhi was ruled by Sher-Shah Suri of the Sur dynasty from CE 1540 to CE 1545. CE 1540 മുതൽ 1545 വരെ ഡൽഹിയിൽ ഭരണം നടത്തിയത് അല്ലെങ്കിൽ ഡൽഹി ഭരിച്ചത് സൂർ ഡൈനാസ്റ്റിയിലെ ഷേർഷാ സുരി എന്ന രാജാവാണ്. He rose to power by defeating the Mughal ruler Humayun. അദ്ദേഹം ഡൽഹിയിലെ ഭരണാധികാരിയായത് ഹുമയൂൺ ചക്രവർത്തിയെ തോൽപ്പിച്ചുകൊണ്ടാണ്. സോ 1540 ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഹുമയൂൺ ചക്രവർത്തി തോൽക്കുകയും സൂർ ഡൈനാസ്റ്റി ഷേർഷാ സൂരി സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, ദെൻ his successors were weak, hence Humayun could recapture Delhi in CE 1555. ഷേർഷാ സൂരിയുടെ ഭരണകാലഘട്ടം 1540 മുതൽ 1545 വരെയാണ്. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരികളെല്ലാം വീക്കായതുകൊണ്ട് തന്നെ 1555 ഹുമയൂൺ ചക്രവർത്തി ഡൽഹിയെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഹുമയൂൺ ചക്രവർത്തിക്ക് രണ്ടാമതായും അദ്ദേഹം മുഗൾ രാജാവായിട്ട് വരുന്നത് 1555 മുതൽ 1556 വരെ. ദ നെക്സ്റ്റ് റൂളർ അക്ബർ 1556 to 1605. Then Jahangir 1605 to 1627. Then Shah Jahan 1627 to 1658. Then Aurangzeb 1658 to 1707. ഓക്കെ, സോ മുഗൾ രാജവംശത്തിൻ്റെ ഡ്യൂറേഷൻ 1526 മുതൽ 1857 വരെയാണ്. മുഗൾ രാജവംശത്തിലെ ആദ്യത്തെ രാജാവ് ബാബറും അവസാനത്തെ രാജാവ് ബഹദൂർ ഷാ ജാഫറുമാണ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ദ മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർ വാസ് ലേറ്റർ എക്സ്റ്റെൻഡഡ്. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണെങ്കിലും അത് പിന്നീടാണ് വികാസം പ്രാപിച്ചിട്ടുള്ളത്. അക്ബർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ എക്സ്പാൻഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടുള്ളത് അക്ബർ ചക്രവർത്തിയാണ്. ഹി ഫോംഡ് എ ഹ്യൂജ് ആർമി. അദ്ദേഹം എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു വലിയ ആർമിയെ തന്നെ, അതായത് വലിയ സൈന്യത്തെ തന്നെ അദ്ദേഹം ഫോം ചെയ്തു. ടു മെയിൻറ്റെയിൻ ഏജ് ഹി അഡോപ്റ്റഡ് എ സ്പെഷ്യൽ സിസ്റ്റം നോൺ ആസ് മാൻസബ്ദാരി. ഈ വലിയ ഒരു സൈന്യത്തെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്പെഷ്യൽ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, സോ മൻസബ്ദാരി സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത റൂളർ ആരാണ്? അക്ബർ. എന്തിനു വേണ്ടിയിട്ടാണ് അക്ബർ ഈ ഒരു മൻസബ്ദാരി സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ടു മെയിൻറ്റെയിൻ ഹിസ് ആർമി. Okay, then under this system, every officer was liable to maintain a specific number of soldiers. ഈ മാൻസബ്ദാരി സിസ്റ്റം പ്രകാരം എല്ലാ ഓഫീസേഴ്സും
ഒരു സ്പെഷ്യൽ നമ്പർ ഓഫ് സോൾജേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അദ്ദേഹം നടപ്പിലാക്കി. So Mansabdari system was introduced by Emperor Akbar to maintain his huge army. Under this system, every officer was liable to maintain a specific number of soldiers. Then Raja Mansingh, Raja Todarmal, Birbal, Raja Jai Singh, etc. were the prominent Rajputs who held important office during the Mughal period. അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒഫീഷ്യൽസാണ് രാജ മാൻസിംഗ്, രാജ ടോഡർമാൽ, ബീർബൽ, രാജ ജയ്സിംഗ് എന്നിവർ. Dear students, here is a map for you to understand about the important regions that came under the control of Mughal dynasty during the Akbar reign. Okay, so observe the map and complete the diagram. ഈ മാപ്പിൽ അക്ബർ ചക്രവർത്തി കീഴ്പ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാമും തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾ ഈ മാപ്പിലെ പ്രദേശങ്ങളെ ഒന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ മാപ്പിൽ അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ പറയുന്നുണ്ട്. മാൽവ, ഖന്ദേശ്, ഗുജറാത്ത്, മുൾട്ടാൻ, ഡൽഹി, കാബൂൾ, കാശ്മീർ, ബീഹാർ ആൻഡ് ബംഗാൾ. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡയഗ്രാമിൽ കംപ്ലീറ്റ് ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക. The Mughal Empire expanded the most during the reign of Aurangzeb. ഔറംഗസേബിൻ്റെ സമയത്താണ് മുഗൾ എംപയർ വളരെ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഹി റൂൾഡ് ഫോർ 50 years. അദ്ദേഹം ഏകദേശം 50 വർഷത്തോളം മുഗൾ ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ട്. The empire began to decline after Aurangzeb and became end at 1857. ഔറംഗസേബിന് ശേഷം മുഗൾ രാജവംശം ക്ഷയിക്കുകയും അതായത് തകർച്ച നേരിടുകയും 1857 മുഗൾ രാജവംശം തകരുകയും ചെയ്തു. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ഈസ് എ മാപ്പ് ഫോർ യു. ദാറ്റ് മാപ്പ് ഈസ് റിഗാർഡിംഗ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന റീജിയൻസാണ് ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലേ? ഒരുപാട് ഏരിയാസ് അദ്ദേഹം കൺക്യൂർ ചെയ്തിട്ടുണ്ട്. Then in your textbook there is a small box also regarding Akbarnama and Ain-e-Akbari. Akbarnama is a work on history written by Abul Fazl, a courtier of Akbar. അക്ബറിൻ്റെ രാജസേവകനായിരുന്ന അബുൽ ഫസൽ എഴുതിയിട്ടുള്ള ഒരു ചരിത്ര ബുക്കാണ് അക്ബർനാമ. ദ വർക്ക് ഈസ് ഇൻ 3 volumes. അക്ബർനാമ എന്ന് പറയുന്ന ഈ ബുക്കിന് 3 volumes ഉണ്ട്. ദ ഫസ്റ്റ് വോളിയം ഡീൽസ് വിത്ത് അക്ബേഴ്സ് ആൻസസ്റ്റേഴ്സ്. ഇതിലെ ഫസ്റ്റ് വോളിയത്തിൽ പറയുന്നത് അക്ബറിൻ്റെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ദെൻ ദ സെക്കൻഡ് വിത്ത് ദ ഇവൻറ്റ് ഡ്യൂറിങ് ദി അക്ബർ റെയിൻസ്. സെക്കൻഡ് വോളിയത്തിൽ പറയുന്നത് അക്ബർ ചക്രവർത്തിയുടെ ഭരണത്തെക്കുറിച്ചിട്ടാണ്, ഭരണത്തിൽ വന്നിട്ടുള്ള ചില ഇവൻസിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് വോളിയത്തിൽ പറയുന്നത്. ആൻഡ് ദ തേർഡ് വിത്ത് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ തേർഡ് വോളിയം അക്ബർ ചക്രവർത്തിയുടെ അഡ്മിനിസ്ട്രേഷനെ, ഭരണരീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദ തേർഡ് വോളിയം ഈസ് ഓൾസോ നോൺ ആസ് ഐൻ-ഇ-അക്ബറി. ഈ അക്ബർനാമയുടെ 3ാമത്തെ വോളിയമാണ് ഐൻ-ഇ-അക്ബറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ അക്ബർനാമ എഴുതിയിട്ടുള്ളത് അബുൽ ഫസലാണ്. ഇതിന് 3 വോളിയംസാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ തേർഡ് വോളിയമാണ് ഐൻ-ഇ-അക്ബറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. The next important topic, centers of power in southern and western India. From earlier topics you learned about the centers of power at Delhi or in northern part of India, and from these topics you are going to learn about the different centers of powers or different dynasties in the western part of India and also in southern part of India. Okay, and in southern part of India there are 3 dynasties: Chola dynasty, Vijayanagara dynasty and Bahmani kingdom. ഓക്കെ, സദേൺ പാർട്ടിൽ 3 ഡൈനാസ്റ്റീസ് ആണ് മിഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്: ചോള കിങ്ഡം, വിജയനഗര എംപയർ ആൻഡ് ബാമനി കിങ്ഡം. ദ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് പവർ ഇൻ ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇൻ മിഡീവൽ പീരീഡ്, ദാറ്റ് ഈസ് മറാത്ത കിങ്ഡം.
ഓക്കെ, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത് ചോള, വിജയനഗര, ബാമിനി കിങ്ഡവും ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത് മറാത്ത കിങ്ഡവുമാണ് മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ചോള കിങ്ഡം. ചോള കിങ്ഡം ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത് വന്നിട്ടുള്ള ഡൈനാസ്റ്റിയാണ്, അല്ലെങ്കിൽ ഒരു രാജവംശമാണ് ചോള ഡൈനാസ്റ്റി. The Chola dynasty became powerful by CE 9th century. CE 9ാം നൂറ്റാണ്ട് മുതൽക്കാണ് ചോള ഡൈനാസ്റ്റി വളർന്നു വന്നിട്ടുള്ളത്. രാജരാജ ചോള, രാജേന്ദ്ര ചോള were the prominent ചോള rulers. വളരെ പ്രധാനപ്പെട്ട ചോള ഭരണാധികാരികളാണ് രാജരാജ ചോളയും രാജേന്ദ്ര ചോളയും. The Cholas had a powerful navy. The influence of the Cholas was extended even to countries like Malaysia and the Indonesian islands. The Chola kingdom has a powerful navy. ചോള ഡൈനാസ്റ്റിക്ക് അല്ലെങ്കിൽ ചോള രാജവംശത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു നാവികസേന ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നാവികസേന ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളും അവർ കൺക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. In your textbook there is a map for you. Okay, in that map can you see the blue shade areas? That blue shade areas are under the control of the Chola kingdom. Okay, so the important countries outside of India under the control of Chola kingdom, that were Sri Lanka, Malaysia and Indonesian islands. അപ്പോൾ ചോള ഡൈനാസ്റ്റിക്ക് കീഴിലുള്ള ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളാണ് ശ്രീലങ്ക, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യൻ ഐലൻഡ്സ്. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത് വളർന്നു വന്നിട്ടുള്ള മെഡീവൽ പീരീഡിൽ വളർന്നു വന്നിട്ടുള്ളൊരു ഡൈനാസ്റ്റിയാണ് ചോള കിങ്ഡം. 9th സെഞ്ച്വറിയിലാണ് ചോള കിങ്ഡം വളർന്നു വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് രാജരാജ ചോളയും രാജേന്ദ്ര ചോളയും. ചോള രാജാക്കന്മാർ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും അവർ ആക്രമണം നടത്തി കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ രാജ്യങ്ങളാണ് ശ്രീലങ്ക, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യൻ ദ്വീപുകൾ. Then the next topic that is related to Vijayanagara kingdom. At the beginning of this topic there is a small description about the Vijayanagara dynasty or Vijayanagara kingdom. Okay, നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. This is an extract from the description of the Persian traveller Abdul Razak. അബ്ദുൾ റസാഖ് എന്ന പേർഷ്യൻ ട്രാവലർ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്കിവിടെ കൊടുത്തിട്ടുള്ളത്. So let us discuss that. This prince has in his dominions 300 ports, each of which is equal to Calicut. ഈ രാജകുമാരന് കീഴിൽ 300 തുറമുഖങ്ങളുണ്ടായിരുന്നു. ഈ ഓരോ തുറമുഖവും കല്ലിക്കറ്റിലെ, അതായത് കോഴിക്കോട്ടെ തുറമുഖത്തിന് തുല്യമായിട്ടുള്ളതായിരുന്നു. On terra firma, his territories comprise a space of 3 months journey. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ മൊത്തം ഒന്ന് ട്രാവൽ ചെയ്തു വരാൻ 3 മാസം എടുക്കുമായിരുന്നു. The country is for the most part well cultivated, very fertile. ഈ കൺട്രിയുടെ ഒട്ടുമിക്ക ഭാഗവും മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദാറ്റ് കൺട്രി ദാറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ഏരിയ. ഓക്കെ, ആ രാജ്യത്തിൻ്റെ മിക്ക ഭാഗവും കൂടുതൽ ഭാഗവും കൾട്ടിവേറ്റഡ് ഏരിയ ആയിരുന്നു, കൃഷി ചെയ്ത ഭാഗമായിരുന്നു. അതായത് അവിടെ ഫെർട്ടൈൽ ലാൻഡാണ് ഉണ്ടായിരുന്നത്. ദ ട്രൂപ്സ് എമൗണ്ട് ഇൻ നമ്പർ ടു 11 lakhs. സൈന്യത്തിൻ്റെ നമ്പറാണെങ്കിൽ 11 ലക്ഷമായിരുന്നു. ഓക്കെ, and here is a question for you. What information can you obtain from it? ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്നും എന്തെല്ലാം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? Here is one example for you. There were many ports in വിജയനഗര. വിജയനഗരയിൽ ഒരുപാട് തുറമുഖങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് ആ രാജകുമാരന് കീഴിൽ 300 തുറമുഖങ്ങൾ വിജയനഗരയിൽ ഉണ്ടായിരുന്നു. മറ്റെന്തെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇൻക്ലൂഡ് ദീസ് പോയിന്റ്സ്. ദ മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഓഫ് വിജയനഗര വർ ഫെർട്ടൈൽ. വിജയനഗരയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഭൂരിഭാഗം ഭാഗങ്ങളും ഫെർട്ടൈൽ ആയിരുന്നു, ഫലഭൂഷ്ടമായിരുന്നു. ഇറ്റ് ടുക്ക് 3 months ടു ട്രാവൽ അറൗണ്ട് ദി എംപയർ. വിജയനഗര എംപയർ മൊത്തം ചുറ്റിക്കാണാൻ 3 മാസം വേണമായിരുന്നു. ദ മിലിറ്ററി ഹാഡ് എ സ്ട്രെങ്ത് ഓഫ് 11 lakh soldiers. സൈന്യത്തിൽ 11 ലക്ഷത്തോളം പട്ടാളക്കാർ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ 3 പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഫിൽ ചെയ്യുക.
The Vijayanagara kingdom was established by Harihara and Bukka in CE 14th century. 14ാം നൂറ്റാണ്ടിൽ ഹരിഹര ആൻഡ് ബുക്ക എന്നീ സഹോദരന്മാരാണ് വിജയനഗര എംപയർ സ്ഥാപിച്ചിട്ടുള്ളത്. കൃഷ്ണദേവരായ വാസ് എ മേജർ റൂളർ ഓഫ് ദി വിജയനഗര. വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിരുന്നു കൃഷ്ണദേവരായ. The next topic, Bahmani kingdom. Alauddin Hasan Bahman Shah was the founder of Bahmani kingdom. Bahmani kingdത്തിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷയാണ്. The Raichur region located between the Tungabhadra and the Krishna rivers was fertile. തുംഗഭദ്ര നദിക്കും കൃഷ്ണ നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന റൈച്ചൂർ റീജിയൻ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള വളരെ ഫലഭൂഷ്ടമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. ഇറ്റ് വാസ് നോൺ ആസ് ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ റീജിയൻ. റൈച്ചൂർ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ ലാൻഡാണ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഏരിയയാണ്. സോ ഈ ഒരു റൈച്ചൂർ റീജിയൻ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബാമനി റൂളേഴ്സും അതുപോലെ വിജയനഗര റൂളേഴ്സും തമ്മിൽ ഫ്രീക്വൻ്റ്ലി അവർ തമ്മിൽ യുദ്ധങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. Okay, and here is a work for you. With the help of a map, locate the present Indian states where the Raichur region is situated. ഇന്ന് റൈച്ചൂർ റീജിയൻ ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ന് റൈച്ചൂർ റീജിയൻ എന്ന് പറയുന്ന റൈച്ചൂർ സിറ്റിയാണ്. കർണാടക എന്ന സ്റ്റേറ്റിലെ റൈച്ചൂർ സിറ്റിയാണ്, ഒരു സിറ്റിയാണ് റൈച്ചൂർ റീജിയൻ. ഓക്കെ, ഹിയർ ഈസ് അനദർ വർക്ക് ഫോർ യു. What are the factors that motivated the Vijayanagara and Bahmani rulers to engage in battles for the Raichur region? റൈച്ചൂർ റീജിയനു വേണ്ടിയിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ ബാമനി റൂളേഴ്സിനെയും വിജയനഗര റൂളേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാം? ഇവിടെ നിങ്ങൾക്ക് എഴുതേണ്ടത് റൈച്ചൂർ റീജിയൻ്റെ ആ ഒരു ഫീച്ചേഴ്സാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണ്. So a question, what are the factors that motivated the Vijayanagara and Bahmani rulers to engage in battle for Raichur region? Answer, the Raichur region is very fertile. This region is favorable for cultivation. വളരെ ഫലഭൂഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാണ് റൈച്ചൂർ റീജിയൻ. സോ ഇത് കൃഷിക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഇറ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി തുംഗഭദ്ര ആൻഡ് ദ കൃഷ്ണ റിവേഴ്സ്. കൃഷ്ണ റിവറിനും തുംഗഭദ്ര റിവറിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഗുഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ജലഗതാഗതത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു റൈച്ചൂർ റീജിയൻ. ഇറ്റ് വാസ് നോൺ ആസ് ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ റീജിയൻ. സോ ബിക്കോസ് of this fertility and geographical features, Vijayanagara and Bahmani rulers were engaged in battles for Raichur region. Okay. Next topic, that is about Maratha kingdom. Maratha kingdom is one of the most important dynasty in the western part of India in medieval period. medieval periodil ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വളർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രാജവംശമാണ് മറാത്ത കിങ്ഡം. It was in CE 17th century that the Marathas became a prominent ruler. CE 17ാം നൂറ്റാണ്ടിലാണ് മറാത്ത റൂളേഴ്സ് വളരെ പ്രധാനപ്പെട്ട രാജവംശമായി വളർന്നു വന്നിട്ടുള്ളത്. The geographical features of the region helped the growth of Marathas. മറാത്താസിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. സോ മറാത്താസിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവരുടെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത? The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby regions. വിന്ധ്യ സത്പുര മലനിരകളും താപ്തി നർമ്മദ എന്നീ രണ്ട് റിവേഴ്സും മറാത്ത എന്ന് പറയുന്ന ഈ പ്രദേശത്തെ മറ്റു അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ദീസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫേർഡ് എ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടു ഈച്ച്. ഇതിന് പ്രകൃതിയാൽ തന്നെ ഉള്ളൊരു പ്രൊട്ടക്ഷൻ ഇങ്ങനെ ലഭിച്ചിരുന്നു. സോ മറാത്താസിൻ്റെ
പ്രകൃതിപരമായിട്ട് ഉള്ളൊരു സംരക്ഷണം തന്നെ മറാത്താസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചസിൻ്റെ പ്രൊട്ടക്ഷനും നർമ്മദ താപ്തി റിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും മറാത്താസിന് ഉണ്ടായിരുന്നു. ഓക്കെ, മറാത്ത കിങ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമായിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു ഫീച്ചറാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മറാത്താസ്. ശിവജി വാസ് ദ മേജർ റൂളർ ഓഫ് ദി മറാത്ത കിങ്ഡം. മറാത്ത കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിരുന്നു ശിവജി. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ഛത്രപതി എന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുള്ള രാജാവാണ് ശിവജി. സോ ശിവജിയുടെ ടൈറ്റിൽ നെയിമാണ് ഛത്രപതി. ദ മറാത്താസ് ഹാഡ് എ സ്ട്രോങ് ആർമി ആൻഡ് നാവി. മറാത്താസിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാവികസേനയും അതുപോലെ ആർമിയും ഉണ്ടായിരുന്നു. ഇറ്റ് ഹെൽപ് ദം ടു ബി എ മേജർ പൊളിറ്റിക്കൽ പവർ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആർമിയും നേവിയും അവർക്കുണ്ടായത് കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തിനും അവരെ സഹായിച്ചു. പൂനെ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദി മറാത്ത കിങ്ഡം. മറാത്ത കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി പൂനെയായിരുന്നു. ഇന്ന് പൂനെ മഹാരാഷ്ട്രയിലാണ്. സോ മറാത്താസിൻ്റെ ഗ്രോത്തിന് വേണ്ടി സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് ഫാക്ടറാണ് ജോഗ്രഫിക്കൽ ഫാക്ടർ. സെക്കൻഡ് ഫാക്ടറാണ് മറാത്താസ് ഹാഡ് എ സ്ട്രോങ് ആർമി ആൻഡ് നേവി. ഓക്കെ, സോ മറാത്ത കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ശിവാജി. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ നെയിമാണ് ഛത്രപതി. അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ് പൂനെ. In your textbook, there is a question for you. What were the factors that helped the growth of the Marathas? മറാത്താസിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതെല്ലാം? ഇവിടെ വാട്ട് വേർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ കറക്റ്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതണം. അതായത് ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, വിച്ച് വേർ ദ ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. Our question: what were the factors that helped the growth of the Marathas? Answer: the factors helped for the growth of Marathas were: first one, geographical features. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby areas. Then second factor, the Marathas had a strong army and navy. Okay, here is the summary of your first chapter. It was the geographical features that inspired the rulers to opt Delhi as a center of power. ഡൽഹിയെ അവരുടെ പൊളിറ്റിക്കൽ പവറിൻ്റെ കേന്ദ്രമായിട്ട് ഓപ്റ്റ് ചെയ്യാൻ അവരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഡൽഹിയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഇറ്റ് വാസ് അണ്ടർ ദി തൊമാർ കിങ്സ് ദാറ്റ് ഡൽഹി ഫസ്റ്റ് ബിക്കെയിം ദ സെൻറ്റർ ഓഫ് പവർ. ഡൽഹി ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ പവറായിട്ട് വന്നിട്ടുള്ളത് തൊമാർ ഡൈനാസ്റ്റിക്ക് കീഴിലാണ്. ദ സൽത്തനൈറ്റ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഡൽഹി ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഡൽഹി തലസ്ഥാനമായി കൊണ്ടാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണം സ്ഥാപിച്ചിട്ടുള്ളത്. ദ സുൽത്താനേറ്റ് റൂൾ എക്സ്പാൻഡഡ് ഫർദർ ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും അലാവുദ്ദീൻ ഖൽജിയുടെയും ഭരണസമയത്താണ് ഡൽഹി സുൽത്താനേറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ബാബർ, ഹു ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ഇൻ ദി ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ഇൻ 1526, എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ. 1526 ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ട് ബാബർ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ഡൈനാസ്റ്റിയാണ് മുഗൾ റൂൾ. അക്ബർ ആൻഡ് ഔറംഗസേബ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ദി മുഗൾ എംപയർ. മുഗൾ എംപയറിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സാണ് അക്ബറും ഔറംഗസേബും. ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് പവർ എക്സിസ്റ്റഡ് ഇൻ വെസ്റ്റേൺ ആൻഡ് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്ടിലും സദേൺ പാർട്ടിലും മെഡീവൽ പീരീഡിൽ ഒരുപാട് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് പവർ, അതായത് ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസും നിലനിന്നിട്ടുണ്ടായിരുന്നു. In your textbook, there is a flowchart also. Tomar dynasty, Chauhan dynasty, Sultanate rule and Mughal dynasty. ഈ 4 ഡൈനാസ്റ്റീസും ഈ 4 സെൻറ്റേഴ്സ് ഓഫ് പവറും ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ദെൻ ചോളാസ്, വിജയനഗര ആൻഡ് ബാമിനി, ഈ 3 ഡൈനാസ്റ്റീസും സൗത്ത് ഇന്ത്യയിലാണ് വന്നിട്ടുള്ളത്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ്. എന്നാൽ മറാത്ത കിങ്ഡം വരുന്നത് ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്താണ്. ഓക്കെ, please subscribe my channel, press bell icon for new notifications.
If you like this video, please like, share and comment. Thank you for watching.